നമസ്കാരം. മലപ്പുറത്ത് 14കാരി കൊല്ലപ്പെട്ടു, 16കാരൻ കൊലപാതകി. വേറൊരു വാർത്ത ഇന്ന് വന്നിരിക്കുന്നു, മലപ്പുറത്ത് 16കാരി കൊല്ലപ്പെട്ടു. അതിക്രൂരമായ കൊലപാതകം. കേരളം ഞെട്ടി. കേരളം ഞെട്ടാത്ത ദിവസമുണ്ടോ? അതുകൊണ്ട് കേരളം ഞെട്ടി എന്ന് പറയുന്ന ഇപ്പോൾ ഒരു വാർത്തയൊന്നുമല്ല. ഞാൻ ഞെട്ടാറില്ല ഇതൊന്നും കേൾക്കുന്നു. കേരളത്തിൽ ഒരു ദിവസം ഒരു കൊലപാതകയിലും വിത്തിൻ ദി ക്ലോസ് റിലേറ്റീവ്സ്, അതായത് ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു, ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു, അപ്പൻ മകനെ കൊല്ലുന്നു, മകൻ അപ്പനെ കൊല്ലുന്നു, മകൻ അമ്മയെ കൊല്ലുന്നു, അല്ലെ കുഞ്ഞുങ്ങളെ അമ്മ വെള്ളത്തിൽ മുക്കി കൊല്ലുന്നു, അല്ലാതെ കൊല്ലുന്നു. അതിങ്ങനെ കുടുംബത്തിനുള്ളിൽ, അതായത് സിബ്ലിങ്സിൻ്റെ ഫാമിലി സർക്കിളിൽ കൊലപാതകം നടക്കാത്ത ഒരു ദിവസവും ഇല്ല കേരളത്തിൽ. അതുപോലെ കാമുകിയെ കാമുകൻ കൊല്ലും, കാമുകനെ കാമുകി കൊല്ലും. കേരളത്തിലാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള കൊലപാതകം. മറ്റുള്ള കൊലപാതകങ്ങൾ ശത്രുക്കൾ, ബിസിനസ്സുപരമായിട്ട് മത്സരങ്ങൾ, കിടബുദ്ധികൾ, അണ്ടർവേൾഡുകൾ എല്ലാം ഉണ്ട്. അത് സാധാരണ നാട്ടു നടപ്പ് കുറ്റകൃത്യങ്ങൾ. കുടുംബത്തിൻ്റെ ഉള്ളിലും സ്വന്തം സ്നേഹിക്കുന്നവരുടെ ഇടയിലും അല്ലെ സ്നേഹത്തോടെ ജീവിക്കുന്നവരുടെ ഇടയിലും നടക്കുന്ന കേരളം. അതിന് കേരളത്തിൽ കാരണം അന്വേഷിച്ചെങ്ങും പോകണ്ട. പക്ഷേ യഥാർത്ഥ കാരണം ആരും പറയത്തില്ല. അല്ലേലെ സാധാരണ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഏതൊരു പൊളിറ്റിക്കൽ ലീഡർ അല്ലെങ്കിൽ സമുദായ ലീഡർ ഒന്ന് പറയും, അയാളുടെ കൂട്ടത്തിലുള്ള വേറൊരാളെ ഒന്നുകൂടെ ഇതേറ്റ് പറയും, പിന്നെ അതാണ് അഭിപ്രായം എന്ന് പറയും. ഇപ്പം കേരളത്തിലേന് കാരണം പറയുന്നത് സിനിമയാണ്, സിനിമയിലെ വയലൻസ് ആണ്. അതായത് ഒരു പയ്യൻ ആറ്റിങ്ങിൽ അവൻ്റെ കാമുകിയെയും സഹോദരനെയും അപ്പൻ്റെ ചേട്ടനെയും അപ്പൻ്റെ ചേട്ടൻ്റെ ഭാര്യയെ ഇവരെല്ലാം അമ്മയെല്ലാം കൊലപ്പെടുത്തി കേസ് വന്നപ്പോഴാണ് പറഞ്ഞത് ഇത് സംഭവിക്കുന്നതെല്ലാം സിനിമയാണ്. അത് കേട്ട് എല്ലാവരും പിന്നെ സിനിമ 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 എന്ന് പറയും. എന്നാൽ കേരളത്തിലെ മലയാള സിനിമയ്ക്കകത്ത് എവിടെ വയലൻസ് ഇരിക്കുന്നു? മലയാള സിനിമയിൽ ഏറ്റവും വയലൻസ് കുറവാണ്. നമ്മുടെ ഇംഗ്ലീഷ് സിനിമ എടുക്കുക, അല്ലെ കരാട്ടെ സിനിമകൾ എടുക്കുക, കൊറിയൻ, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ, അല്ലെ നമ്മുടെ തെലുങ്ക് കന്നഡ സിനിമ എടുക്കുക, അവിടെ 50 പേര് വടിവാളുമായിട്ട് പോകുന്ന അല്ലാതെ ഒരു സിനിമയില്ലേ. അപ്പം അതൊക്കെ വെച്ചൊക്കെ മലയാളത്തിലൊന്നുമില്ല. പക്ഷെ ഒരേ കാരണം ഒരാൾ പറഞ്ഞു, പിന്നെ അതങ്ങ് ഏറ്റു പറയും, അത്രയേ ഉള്ളൂ. യഥാർത്ഥ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സാമൂഹിക അന്തരീക്ഷമാണ്. അത് കൊലപാതകത്തിൻ്റെ രാഷ്ട്രീയമാണ് നമ്മുടെ സാമൂഹിക വ്യവസ്ഥയിലുള്ളത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇവിടെ ഒരു കൊലപാതക കൾച്ചർ കൊണ്ടുവന്നത്. അതായത് ഇന്നവരെന്നൊന്നുമില്ല, സ്കൂളിൽ പിള്ളേരുടെ മുമ്പിൽ വെച്ച് അധ്യാപകനെ പോലും വെട്ടിക്കൊല്ലും. അപ്പം അങ്ങനെ കൊലപാതകങ്ങൾ രാഷ്ട്രീയക്കാർ നടത്തുന്നു, അവരെല്ലാം ശിക്ഷയില്ലാതെ രക്ഷപ്പെടുന്നു പറയുമ്പോൾ ഇപ്പോൾ ആർക്കും പേടിയില്ല. അതാണ് അതിൻ്റെ കാരണം. പിന്നെ അറിയാത്ത പിള്ളേക്ക് ചൊറിയുമ്പോൾ അറിയാം. ഈ പഴഞ്ചൊല്ലെന്ന് പറയുന്നത് വെറുതെ ഉണ്ടായതല്ല. ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് കാരണവന്മാർ ജീവിതം കണ്ട് പഠിച്ചിട്ട് അത് വാമൊഴിയായിട്ട് പകർന്നു വന്ന. ഇന്നത്തെ കാലത്ത് ആർക്കും അതിന് നേരമില്ല. ഇന്നത്തെ കാലത്ത് ഇപ്പം അല്ലാതെയുള്ള അതായത് നമ്മുടെ ഡിജിറ്റൽ വേൾഡ് ആയപ്പോഴത്തേനും അത് മാറിപ്പോയി. അല്ലെങ്കിൽ പഴയ കാരണവന്മാർക്കൊക്കെ അറിയായിരുന്നു ഓരോന്നും സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് അറിയാത്ത പിള്ളേക്ക് ചൊറിയുമ്പോൾ അറിയാമെന്ന് പറയുന്നത്. ഈ 14കാരിക്ക് എന്ത് മിടുക്കിയ അവള് സ്കൂളിൻ്റെ പഠിക്കൽ അമ്മ കൊണ്ടുപോയി വിട്ട് ഗേറ്റിങ്കെന്ന് അവള് മുങ്ങി. ഇവർക്കൊക്കെ ചൊറിച്ചിൽ സഹിക്കാൻ വയ്യ, ഇവർക്കൊന്നും പഠിക്കണം എന്നില്ല. അപ്പോൾ ഇതിന് 2 പോംവഴി ആകെ ഉള്ളൂ. ഒന്ന്, മാർക്സിസ്റ്റ് പാർട്ടി പറയുന്ന ഫിലോസഫി തന്നെയാണ്. കുറ്റകൃത്യത്തെ കുറ്റകൃത്യത്തിൻ്റെ പേരിലായിരിക്കണം ശിക്ഷിക്കുന്നത്, അല്ല വയസ്സിൻ്റെ പേരിലാകരുത്. അപ്പോൾ 16കാരൻ കൊന്ന അവൻ ജുവനൈൽ കോമിലാണ് അവനെ വിട്ടിരിക്കുന്നത്, ജയിലിലേക്കല്ല. 18 വയസ്സായാലും ജയിലിൽ വിടാവുള്ളൂ. പിന്നെ 18 വയസ്സ് താഴെയുള്ളവരുടെ പേര് പ്രസിദ്ധീകരിക്കേണ്ട, ഫോട്ടോ പ്രസിദ്ധീകരിക്കേണ്ട, ഇതൊക്കെ എവിടുത്തെ ഈ കാട്ടു നിയമം പോലത്തെ നിയമം ഫോളോ ചെയ്യുകയാണ് പ്രാകൃത മനുഷ്യരെ പോലെ. പ്രാകൃത മനുഷ്യരെ അല്ലെങ്കിൽ ഒരു വില്ലേജ് കേട്ടുണ്ടായിരുന്നു ഇതൊക്കെ നിയന്ത്രിക്കുക. അപ്പം ഇവിടെ ഈ കുറ്റകൃത്യത്തിൻ്റെ അനുസരിച്ച് ആയിരിക്കണം ശിക്ഷ എന്നാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പഴയ ഉള്ളൊരു ഫിലോസഫി. അതാണ് വേണ്ടത്. ഇതിന് 10 വയസ്സുള്ളവൻ കുറ്റകൃത്യം ചെയ്താൽ കുറ്റകൃത്യം കൊലപാതകമാണോ അതിനനുസരിച്ച് അവനെ കൈകാര്യം ചെയ്യുക. അവനെ കൊല്ലാൻ അറിയാമല്ലോ. ഈ പ്രായപൂർത്തി എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയത്, അല്ലാതെ നമ്മുടെ മെറ്റബോളിസത്തിൻ്റെ അല്ല. ഗവൺമെൻറ് എന്ന് പറയുന്നത് ഉണ്ടാക്കിയതാണ്. 18 അല്ലെ 20 വിവാഹപ്രായം 18, 20 എന്നൊക്കെ, അല്ലാതെ മനുഷ്യൻ്റെ മെറ്റബോളിസമായിട്ടോ ജനിതക പ്രമാണിച്ചോ അല്ല. ജനിതക പ്രമാണിച്ച് പെണ്ണുങ്ങൾക്ക് പ്രസവിക്കാൻ പറ്റുന്ന, ഗർഭധാരണം പറ്റുന്നത് 13 വയസ്സിലാണ്. ആണുങ്ങൾക്കും അതുപോലെ തന്നെ. ഉൽപാദനശേഷി വർദ്ധിക്കുന്ന ആ പ്രായത്തിൽ തന്നെ കല്യാണപ്രായമാക്കാം, പ്രായപൂർത്തിയായത് കണക്കാക്കാം. അതാണ് മുസ്ലിം ലീഗ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഒറ്റ വഴി ഇതിനുള്ളത് മുസ്ലിം സമുദായം പറയുന്ന പോലെ 13 വയസ്സായിരിക്കണം വിവാഹപ്രായം. അതാക്കി കഴിഞ്ഞാൽ ഈ പ്രേമിക്കാൻ നടക്കുന്നവർ പ്രേമിക്കും, കെട്ടിച്ചവർ വിട്ടേക്കണം.
പിന്നെ അത് കഴിഞ്ഞ് അവർ 10 പേരുടെ കൂടെയോ 20 പേരുടെ കൂടെയോ പോട്ടെ. ഇതതല്ല, 18 അല്ല 20 ഇങ്ങനെ ഉണ്ടാക്കി വെച്ചപ്പോൾ ഇവർക്ക് ഈ ചൊറിച്ചിൽ മാറ്റാൻ എവിടെയെങ്കിലും പോകണം. അപ്പൊ കിട്ടുന്ന ഗവൺമെന്റ് ഒക്കെ കൂടെ പോകും. ഒരുത്തിന് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തവന്റെ കൂടെ പോകും. അത് ആദ്യത്തവന് സഹിക്കുമോ? സഹിക്കത്തില്ല. അപ്പൊ അവര് കൊലപാതകം ചെയ്യും. ഇന്നിപ്പോൾ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അടുത്ത വർഷം നമ്മുടെ സൊസൈറ്റിയിലുള്ളതിൽ എത്ര പേര് കൊലപാതകികളാകും, എത്ര പേര് കൊല്ലപ്പെടും? ഈ 5000 പേര് കൊലപാതകികളാകും, ഇല്ല ഈ 5000 പേര് കൊല്ലപ്പെടും, ആർക്കും പറയാൻ പറ്റില്ല. അതിന്റെ അർത്ഥം നമുക്ക് നേരത്തെ കൊലപാതകികളെ അറിയത്തില്ല. അതിന്റെ അർത്ഥം ആരും ക്രിമിനൽസ് അല്ല. അസം നമ്മുടെ ഈ സിറ്റുവേഷൻ നോക്കുമ്പോൾ ആരും ക്രിമിനൽസ് അല്ല. ക്രിമിനൽ ആകുന്ന ആ സാഹചര്യം വരുമ്പോൾ അവന്റെ മനസ്സാണ്. അത് ഇന്ന് നാളെ ഞാനാകാം, നിങ്ങളാകാം, ആർക്കും ആകാം. കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി ഓരോരുത്തരുടെ ആത്മധൈര്യം പോലെ ഇരിക്കുന്നു. ചിലർ തന്നെത്താൻ ആത്മഹത്യ പ്രതികാരം ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഇപ്പം നാണക്കേടൊക്കെ ആയിട്ട്. വേറൊരുത്തരാണെങ്കിൽ നാണക്കേടുണ്ടാകാൻ ഉണ്ടാക്കിയ ആളെ പോയി തട്ടിയിട്ടേ ആത്മഹത്യ ചെയ്യത്തുള്ളൂ. ഇല്ല അവരെ തട്ടിയിട്ട് ജയിലിൽ പോയി. ഇപ്പോൾ ഈ കാമുകന്മാർ ചെയ്യുന്ന പോലെ. അതാണ് തൻ്റെ ഇടം. അപ്പം ഈ ആ കുറ്റകൃത്യത്തിലോട്ട് വരുന്നത് ആ സാഹചര്യത്തിൽ ഉണ്ടാകുമ്പോൾ മാനസികാവസ്ഥ പോലെ. അതായത് ഒരാൾ ഇന്ന് നോർമൽ ആയിരിക്കും, നാളെ വട്ടണമാകും. അതിൻ്റെ മാനസികാവസ്ഥ മാറുന്നതാണ്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ആർക്കും പറയാൻ പറ്റാതെ അടുത്ത കൊല്ലം നമ്മളിൽ എത്ര പേര് ക്രിമിനൽസ് ആയിരിക്കും, കുറ്റവാളികളായിരിക്കും, ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ പിന്നെ കുറ്റവാസന ഒരു കുറ്റം കഴിയുമ്പം നേരത്തെ ഇല്ലായിരുന്നെന്ന് പറയുന്നതിൽ എന്താ കാര്യമുള്ളത്? ഇതിനൊരു ക്രിമിനൽ ആക്ടിവിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിൽ ഇല്ലെന്ന് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ട്? ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ളവരല്ല കുറ്റകൃത്യം. അതാണ് ചോദിച്ചാൽ ഇന്ന് ആർക്കെങ്കിലും കൃത്യമായിട്ട് പറയാം അടുത്ത കൊല്ലം ഇത്രയും പേര് ക്രിമിനൽസ് ആയിരിക്കും, കുറ്റകൃത്യം ചെയ്യും, ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ ദാറ്റ് ഈസ് ദ പ്രോബ്ലം. അപ്പം നമ്മളെല്ലാവരും കുറ്റവാളികളില്ല, കുറ്റവാളികൾ ഉണ്ടാകുന്ന സാഹചര്യമാണ്. സാഹചര്യം എന്ന് പറഞ്ഞാൽ ബേസിക്കലി മനുഷ്യന് പിള്ളേരായ വേണ്ടത് അനുസരണ. മാതാപിതാക്കളെ അനുസരിക്കാതെ പോകുന്നവരൊക്കെ ഇത് പോകും. അവരൊക്കെ നേരെ യമപുരിക്ക് പോകും. അതിന് യാതൊരു സംശയമില്ല. ഈ കുട്ടി അത് ഇതുപോലെ ആൺവേട്ടയ്ക്ക് രാത്രിക്ക് ഇറങ്ങിപ്പോകുന്നു, പകലിറങ്ങിപ്പോകുന്നു അനേകം വിദ്യാർത്ഥിനികളുണ്ട്. അവരൊക്കെ അനുഭവിക്കട്ടെ. അതിന് ആരും ഇവിടെ ഞെട്ടാനും തരിക്കാനും ഒന്നും പോകേണ്ട ആവശ്യമില്ല. നമസ്കാരം.